എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ സ്നേഹ വന്ദനം. ഉൽപ്പത്തി പുസ്തകം 30-ാം അധ്യായം. യാക്കോബിന്റെ സന്തതികൾ, ദൂദായി പഴം, ആടുകൾ. യാക്കോബിന്റെ സന്തതികളുടെ ചർച്ച ഉൽപ്പത്തി പുസ്തകം 29-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് തന്നെ ആരംഭിച്ചതാണ്. യാക്കോബ് ഇസഹാക്കിന്റെ നിർദ്ദേശപ്രകാരം ലാബാന്റെ അടുക്കലെത്തി ലാബാന്റെ രണ്ടു മക്കളെയും വിവാഹം കഴിക്കുകയാണ്. മൂത്ത മകളായ ലേയും രണ്ടാമത്തെ മകളായ റാഹേലിനെയും. റാഹേൽ അഥവാ റേച്ചലിനെ ആയിരുന്നു യാക്കോബിന് ഏറ്റവും പ്രിയപ്പെട്ടത്. എന്നാൽ ലേയയ്ക്ക് ശോഭ കുറവായിരുന്നുകൊണ്ട് ലേയെ യാക്കോബ് ഒഴിവാക്കിയെങ്കിലും ദൈവത്തിന്റെ ഒരു പ്രവർത്തനമായിട്ട് അവിടെ പറയുന്നത് ലേയ്ക്ക് മക്കളെ നൽകി, എന്നാൽ റാഹേലിന് മക്കളെ നൽകിയില്ല. അങ്ങനെ ഉൽപ്പത്തി പുസ്തകം 29-ാം അധ്യായത്തിൽ ലേയുടെ 4 മക്കളുടെ കാര്യം നമ്മൾ പറഞ്ഞതാണ്. അതൊരിക്കൽ കൂടെ ഓടിച്ചൊന്ന് പറയുകയാണ്. ഒന്നാമത്തെ മകൻ രൂബേനാണ്. ലേയ ഇപ്രകാരം പറഞ്ഞു: യഹോവ എൻ്റെ സങ്കടം കണ്ടു, ഇപ്പോൾ എൻ്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കും. രണ്ടാമത്തെ മകൻ, ഞാൻ അനിഷ്ട എന്ന് യഹോവ കേട്ടതുകൊണ്ട് ഇവനെയും എനിക്ക് തന്നു. എന്നെ ഭർത്താവ് ഇഷ്ടപ്പെടുന്നില്ല, അതുകൊണ്ട് യഹോവ ഇവനെ എനിക്ക് തന്നു എന്ന് പറഞ്ഞ് ശിമെയോൻ. മൂന്നാമത്, ഇപ്പോൾ ഈ സമയം എൻ്റെ ഭർത്താവ് എന്നോട് പറ്റിച്ചേരും, ഞാൻ അവന് 3 പുത്രന്മാരെ പ്രസവിച്ചുവല്ലോ എന്ന് പറഞ്ഞ് ലേവി എന്ന മകൻ പേര് കൊടുക്കുകയാണ്. നാലാമതായി, ഇപ്പോൾ ഞാൻ യഹോവയെ സ്തുതിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ലേയ യഹൂദ. അങ്ങനെ 4 മക്കൾ, രൂബേൻ, ശിമെയോൻ, ലേവി, യഹൂദ. വളരെ വേദപുസ്തകത്തിൽ ഉടനീളം മുഴങ്ങിക്കേൾക്കുന്ന ശക്തമായ ചില നാമങ്ങളാണ്. ചില മഹത് വ്യക്തികളൊക്കെ ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്യും, അതിലേക്ക് പിന്നീട് കിടക്കാം. അങ്ങനെ ലേയ്ക്ക് ഈ 4 മക്കളെ പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ പ്രസവം നിന്നു എന്ന് പറഞ്ഞാണ് 29-ാം അധ്യായം അവസാനിക്കുന്നത്. ഇനി 30-ാം അധ്യായത്തിൽ റാഹേലിന് വർഷങ്ങളായിട്ട് മക്കളില്ല. അപ്പോൾ റാഹേലിന് ലേയോട് അസൂയ ഉണ്ടായി എന്നാണ് അവിടെ പറയുന്നത്. ഭർത്താവിനോട് തനിക്ക് മക്കളെ തരണം, അല്ലെങ്കിൽ ഞാൻ മരിച്ചു പോകുമെന്ന് റാഹേൽ വളരെ ഡെസ്പറേറ്റ് ആയിട്ട് പറയുകയാണ്. എല്ലാ കാലത്തും ഒരു സ്ത്രീക്ക് ഒരു വിവാഹത്തിന് ശേഷം മക്കളുണ്ടായില്ലെങ്കിലുള്ള പ്രയാസങ്ങളും പ്രശ്നവും ഒക്കെ നമുക്ക് നമ്മുടെ സമൂഹത്തിന്റെ കോണ്ടക്സ്റ്റിൽ വളരെയധികം നല്ലതുപോലെ അറിയാവുന്നതാണ്. മക്കളില്ലാത്ത ഭാര്യമാർക്ക് ചില ടാബൂസ് വരെ പല സമൂഹങ്ങളിൽ, നമ്മുടെ സമൂഹത്തിൽ പോലെ ഉണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും ഞാൻ പറയുന്നില്ല. എന്നാൽ ഇന്ന് 2026-ൽ പല ബന്ധങ്ങളിലും ആധുനിക യുവതി യുവാക്കൾ പറയുന്നത് ഞങ്ങൾക്ക് മക്കളെ വേണ്ട, എന്തിനാ മക്കള്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയുന്ന ഒരു തലത്തിലേക്ക് നമ്മുടെ സമൂഹം എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പോൾ റേച്ചൽ ഡെസ്പറേറ്റ്ലി വാണ്ടഡ് ടു ഹാവ് ചിൽഡ്രൻ. അങ്ങനെ യാക്കോബിനോട് പറയും. യാക്കോബിന്റെ കോപം ജ്വലിച്ചു. യാക്കോബ് പറഞ്ഞു, ഗർഭഫലം നൽകാതിരിക്കുന്ന ദൈവത്തിന്റെ സ്ഥാനത്താണോ താൻ എന്ന് യാക്കോബ് കഠിനമായ വാക്കു പറയുകയാണ്. ഇന്നേക്ക് ഏകദേശം 3700-3800 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണ്. അപ്പോൾ ഈ സറോഗസി എന്ന് പറയുന്ന സറോഗേറ്റ് വിമൻ, നമ്മളൊക്കെ വിചാരിക്കുന്നത് ആധുനിക കാലത്തിന്റെ ചില കണ്ടുപിടുത്തങ്ങളാണ് ഇതൊക്കെ. ഒരു സ്ത്രീക്ക് പകരം വേറൊരു സ്ത്രീയെ ഉപയോഗിച്ച് കുട്ടിക്ക് ജന്മം കൊടുക്കുന്ന ഒരു സിസ്റ്റമൊക്കെ അന്നേ ഉണ്ടായിരുന്നു. അത് നാട്ടുനടപ്പുമായിരുന്നു. റാഹേൽ തന്റെ ദാസിയായ ബിൽഹയുടെ അടുത്ത് ചെല്ലുവാൻ യജമാനോട് ഭർത്താവിനോട് നിർദ്ദേശിക്കുന്നു. ദാസി യജമാനത്തിയുടെ മടിയിൽ പ്രസവിക്കട്ടെ. എത്ര പവർഫുൾ ആയ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ആലോചിക്കുക, ദാസി യജമാനത്തിയുടെ മടിയിൽ പ്രസവിക്കട്ടെ. അങ്ങനെ ദാസിയാൽ യജമാനത്തിക്ക് മക്കളുണ്ടാകും. യാക്കോബ് ബിൽഹയെ ഭാര്യയാക്കി. അത് 100% ഒരു പോളിഗമസ് ആയ സൊസൈറ്റി ആയിരുന്നു, പോളിജിനി ആയിരുന്നു. ഒന്നിലധികം ഭാര്യമാരുണ്ടാവുകയായിരുന്നു കോമൺ. ഒന്നിലധികം ഭർത്താക്കന്മാരുണ്ടാകുന്ന പോളിയാൻഡ്രി അത്ര കോമൺ അല്ലായിരുന്നേ പോലും ആ കാലത്ത് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ദൈവത്തിന്റെ ഒറിജിനൽ സ്കീം ഓഫ് തിങ്സിൽ പോളിഗമി ഉണ്ടായിരുന്നോ എന്നുള്ളത് ഇപ്പോഴും ഒരു ഡിസ്പ്യൂട്ടാണ്. കാരണം യേശുക്രിസ്തു വളരെ കാറ്റഗറിക്കലായിട്ട് പിന്നീട് പറയുന്നുണ്ട്, ദൈവം കൂട്ടിച്ചേർത്തതിനെ മനുഷ്യൻ വേർതിരിക്കരുത്, ഒരു ഭർത്താവ് ഒരു ഭാര്യ. അങ്ങനെ യേശുക്രിസ്തുവിന്റെ സമയത്താണ് ക്രിസ്തുമതം ലോക ചരിത്രത്തിന് സംസ്കാരത്തിന് കൊടുത്തിരിക്കുന്ന ഏറ്റവും വലിയ സംഭാവനകളിലൊന്നാണ് ഈ മോണോഗമസ് ഫാമിലീസ് എന്ന് പറയുന്നത്. ഇപ്പോഴത് വീണ്ടും മാറുകയാണ്.
ഒരേ സമയം ഒന്നിലധികം ഇല്ലെങ്കിലും ഡൈവോഴ്സുകൾ വളരെ കോമൺ ആകുകയാണ്. അതുകൊണ്ട് മൾട്ടിപ്പിൾ ഹസ്ബൻഡ്സ്, മൾട്ടിപ്പിൾ വൈഫ്സ്, അങ്ങനെ വിവാഹം കഴിക്കാത്തതും അല്ലാത്തതുമായ പല പല ബന്ധങ്ങളും ഒക്കെ ആധുനിക കാലത്തുണ്ട്. ഇതെല്ലാം കൂടെ കണക്ട് ചെയ്ത് നോക്കുമ്പോൾ ചരിത്രത്തിൻ്റെ വളരെ കൗതുകകരമെന്ന് പറയാൻ ഒക്കുമെന്ന് അറിയത്തില്ല. എന്തായാലും വളരെ ഇൻട്രസ്റ്റിംഗ് തിങ്സ് തന്നെയാണ്. അങ്ങനെ യാക്കോബ് ബിൽഹ എന്ന റാഹേലിൻ്റെ ദാസിയെ ഭാര്യയാക്കി. അങ്ങനെയാണ് ദാൻ എന്ന മകൻ ഉണ്ടാകുന്നത്. അത് യാക്കോബിൻ്റെ 5ാമത്തെ മകനാണ്. 4 പേര് ലേയിൽ നിന്നും 5ാമത്തെ മകൻ ദാൻ. അപ്പോൾ അത് റാഹേലിന്റെ മകനാണ് കേട്ടോ. അത് യജമാനത്തിക്ക് ദാസിയുടെ മേലിൽ സറോഗസി റൈറ്റ് പോലും ഉണ്ടായിരുന്ന ഒരു കാലമാണ്. ദാസിയായ ദിൽഹ പ്രസവിച്ചുവെങ്കിലും റാഹേല് പറഞ്ഞു, ദൈവം എനിക്ക് ന്യായം നടത്തി, എൻ്റെ അപേക്ഷ കേട്ടു, എനിക്ക് ഒരു മകനെ തന്നു എന്ന് പറഞ്ഞാണ് അവന് ദാൻ എന്ന് പേരിട്ടത്. അത് കഴിഞ്ഞ് ദിൽഹ തന്നെ ഒരു സറോഗസി കൂടെ അടുത്ത ഒരു മകനെയും പ്രസവിച്ചു. അവിടെയും റാഹേലാണ് പറയുന്നത്, ഞാൻ എൻ്റെ സഹോദരിയോട് വലിയ പോർ പൊരുതു, ജയിച്ചുമിരിക്കുന്നു. സഹോദരിക്ക് 4 ഇവിടെ 2 ആവുന്നതേ ഉള്ളൂ. എന്തായാലും പറഞ്ഞു വലിയ പോർ പൊരുതി ജയിച്ചുമിരിക്കുന്നു. നാഫ്തലി അല്ലെങ്കിൽ നഫ്താലി എന്ന ഒരു മകനെ കിട്ടി. അങ്ങനെ പ്രസവം നിന്നുപോയി എന്ന് കണ്ട ലേയയ്ക്കും ഓർത്തു, ആഹാ അവിടെ 2 ആയി, എങ്കിൽ പിന്നെ എനിക്ക് 4 ആയി. ഇനി സറഗോസിക്ക് വേണ്ടി ലേയം ചെയ്തു. ഓർക്കണം, 3700 വർഷങ്ങൾക്ക് മുമ്പാണ്. അവിടെ മക്കൾക്ക് യാതൊരു കൺട്രോളും ഇല്ലായിരുന്നു. എത്ര മക്കൾ വേണമല്ലോ ആകാമായിരുന്നു. ആ ഒരു സാമൂഹിക കോണ്ടസ്റ്റിൽ നിന്നുകൊണ്ട് വേണം ഇതിനെ മനസ്സിലാക്കുവാൻ. അങ്ങനെ ദാസി സിൽപ്പ എന്ന ദാസി അവിടെ ദിൽഹയെ കൊടുത്തപ്പോൾ ഇവിടെ സിൽപ്പ എന്ന ദാസിയെ ലേയ കൊടുത്തു. ഇതൊക്കെ നല്ല ഈ ക്വിസ് മത്സരത്തിനൊക്കെ പങ്കെടുക്കുന്നവർക്ക് പറ്റിയ കുറേ ചോദ്യങ്ങൾ ഈ ചാപ്റ്ററിൽ നിന്ന് കിട്ടും. ഞാനത് വായിച്ചപ്പോൾ ഞാനൊരു ക്വിസ് മാസ്റ്ററും ക്വിസ് പങ്കെടുക്കുന്ന ആളും ആയതുകൊണ്ട് ആ ഒരു കൗതുകത്തിൽ ഇതെല്ലാം വളരെ നല്ലതായ രീതിയിൽ നോട്ട്സ് തയ്യാറാക്കിയിട്ടുണ്ട്. അങ്ങനെ ദാസിയായ സിൽപ്പയെ ലേയ കൊടുത്തു യാക്കോബിന്. അങ്ങനെ 7ാമത്തെ സന്തതി മകൻ ഗാദ് എന്ന മകനുണ്ടായി. ലേയാണ് പേരിട്ടത്. സിൽപ്പയാണ് പ്രസവിച്ചതെങ്കിൽ ലേയ പേരിട്ടു. ഭാഗ്യം എന്നാണ്, ഫോർച്യൂൺ എന്ന് പേര് കൊടുത്തു. അത് കഴിഞ്ഞ് വീണ്ടും സിൽപ്പയിൽ ഒരു മകനൂടെ ഉണ്ടായി, ആഷേർ എന്നാണ്. അപ്പോൾ ലേയ, ഞാൻ ഭാഗ്യവതി, സ്ത്രീകൾ എന്നെ ഭാഗ്യവതി എന്ന് പറയും എന്ന് പറഞ്ഞ് അങ്ങനെ യാക്കോബിന്റെ 8ാമത്തെ മകനാണ്. സകല ജാതികളും തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തു വന്ന് പിന്നീട് മദർ മേരി പറയുന്നതുമായിട്ടൊക്കെ ചെറിയൊരു കമ്പയർ ചെയ്യാവുന്ന ഒരു പോർഷനാണിത്. അങ്ങനെ യാക്കോബിന് 8 മക്കളായി. 4 ഒറിജിനൽ ലേയ, 2 റാഹേലിന്റെ ദാസിയായ ദിൽഹ, അത് കഴിഞ്ഞ് 2 പേര് ലേയയുടെ ദാസിയായ സിൽപ്പ. അങ്ങനെ 8 മക്കളായിരുന്നപ്പോഴാണ് അടുത്ത ലൈൻ, ഗോതമ്പിന്റെ കൊയ്ത്തുകാലമായിരുന്നു. ഹാർവസ്റ്റ് സീസൺ ഓഫ് വീറ്റ് ആയിരുന്നു. അന്ന് വീറ്റിന്റെ കൾട്ടിവേഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യജാതനായ രൂപേൻ അപ്പോൾ ഒരു ബാലനായിരുന്നു. 6-7 വയസ്സ് കഷ്ടിച്ച് പ്രായം കാണും. രൂപേൻ വയലിൽ ചെന്നപ്പോൾ അവിടെ ഒരു പ്രത്യേക ഒരു ഫലം കിട്ടി. ദൂതായി പഴം എന്നാണ് പറയുന്നത്. മാൻഡ്രൈക്ക് പ്ലാന്റ് എന്നാണ് NIV-യിലുള്ള അതിൻ്റെ കറക്റ്റ് ഇംഗ്ലീഷ് വന്നിരിക്കുന്നത്. ആ പുരാതന അറിവ് പ്രകാരം ഈ മാൻഡ്രൈക്ക് പ്ലാന്റിൻ്റെ അല്ലെ ദൂതായി പഴത്തിൻ്റെ പഴം ഭക്ഷിച്ചു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് സന്താന സൗഭാഗ്യം അല്ലെങ്കിൽ പ്രത്യുൽപാദന കഴിവൊക്കെ കൂട്ടുവാൻ, അതിൻ്റെ ഹോർമോൺസൊക്കെ കൂട്ടുവാനുള്ള ഉത്തേജിപ്പിക്കുന്ന അല്ലെങ്കിൽ അതിനുള്ള ഒരു പഴമായിട്ടാണ് ഇതിനെ കരുതിയിരുന്നത്. പുരാതന വിശ്വാസമാണ്, നാട്ടറിവുകളൊക്കെയാണ്. എന്നാൽ ഇന്നും ഈ ദൂതായിപ്പഴം ഉണ്ട്. 3700 വർഷങ്ങൾക്ക് ശേഷം ഇന്നും മിഡിൽ ഈസ്റ്റിലെ പല രാജ്യങ്ങളിലും ഈ ദൂതായിപ്പഴം ഉണ്ട്. നിങ്ങൾ ഇന്റർനെറ്റിൽ അടിച്ചു നോക്കുവാണെങ്കിൽ അതിൻ്റെ ഇന്നത്തെ പ്രസന്റ് ഫോട്ടോ വരെ നമുക്ക് കാണാം. എന്നാൽ ഇന്ന് അത് ഉപയോഗിക്കുന്നത് കെമിക്കൽ യൂസിനാണ്. അതായത് കൂടിയതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ആൾ മരിച്ചു വരെ പോവും. അതിനൊരു സെഡേറ്റീവ് എഫക്റ്റും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഫാർമസ്യൂട്ടിക്കൽ യൂസിന് സെഡേറ്റീവ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് അതിപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. അതിനൊരു റീപ്രൊഡക്റ്റീവ് ഹെൽത്തിനെ ഇമ്പ്രൂവ് ചെയ്യുന്നതായിട്ട് അത്ര ശാസ്ത്രീയപരമായിട്ട് തെളിയിക്കുവാനും ഒത്തിട്ടില്ല. അങ്ങനെ ഈ മകൻ രൂപേൻ, 6 വയസ്സുള്ള മകൻ, അമ്മയ്ക്ക് കൊടുത്തു. രൂപൻ അതറിയാമോ എന്നറിയത്തില്ല. ഇതിനു വേണ്ടിയാണോ, നല്ലൊരു പഴം കണ്ട് അമ്മയ്ക്ക് നമ്മൾ വീട്ടിലെ പറമ്പിലൊക്കെ പോയി മാങ്ങയൊക്കെ പറിച്ചിട്ട് വരുമ്പോൾ അമ്മയ്ക്ക് 2 പഴം കൊടുക്കത്തില്ല, അതുപോലൊക്കെ കരുതിയാൽ മതിയെന്നാണ് എൻ്റെ ഒരു ചിന്താഗതി. അപ്പോൾ ഈ പഴം കണ്ടപ്പോൾ റാഹേൽ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. റാഹേലിന് അത് കിട്ടിയാൽ കൊള്ളാതുകൊണ്ട്, കാരണം റാഹേൽ അന്ന്
മക്കളെ ലഭിക്കത്തില്ലായിരുന്നു. അപ്പോഴും ഒരു വന്ധ്യത തുടരുന്നുണ്ടായിരുന്നു. റാഹേലിന് അതൊന്ന് കിട്ടിയാൽ കൊള്ളാം. അതുകൊണ്ട് റാഹേൽ ചോദിച്ചു. അവർ തമ്മിൽ ഈ സഹോദരിമാർ തമ്മിൽ വാദപ്രതിവാദങ്ങളൊക്കെ നടത്തി. നീ എൻ്റെ ഭർത്താവിനെ പിടിച്ചു വെച്ചേക്കുമല്ലേ. അങ്ങനെ അവർ തമ്മിലുള്ള എഗ്രിമെന്റിൽ റാഹേലിന് ദൂതായിപ്പഴം കൊടുത്തു. പക്ഷേ ഭർത്താവായ യാക്കോബ് അന്ന് രാത്രിയിൽ ലേയുടെ കൂടെ ശയിക്കുവാനായി പോവുകയാണ്. ഭർത്താവ് വരാതെ ദൂതായിപ്പഴം മാത്രം കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ ഭർത്താവിനെ ആ രാത്രിയിലേക്ക് വാങ്ങിയ ലേയുടെ അപേക്ഷ ദൈവം കേട്ടു. അങ്ങനെ യാക്കോബിന് 9ാമത്തെ മകൻ, 4 കഴിഞ്ഞ 5ാമത്തെ ലേയുടെ മകൻ, ഞാൻ എൻ്റെ ദാസിയെ എൻ്റെ ഭർത്താവിന് കൊടുത്തത് കൊണ്ട് ദൈവം എനിക്ക് കൂലി തന്നു എന്ന് പറഞ്ഞ് ഇസ്സാഖാർ എന്ന മകൻ, അതായത് യാക്കോബിൻ്റെ 9ാമത്തെ മകൻ. പിന്നീട് 2 മക്കളൂടെ കിട്ടി. ദൈവം എനിക്ക് ഒരു നല്ല ദാനം തന്നിരിക്കുന്നു. ഇപ്പോൾ എൻ്റെ ഭർത്താവ് എന്നോട് കൂടെ വസിക്കും. ഞാൻ അവൻ 6 മക്കളെ പ്രസവിച്ചുവല്ലോ എന്ന് പറഞ്ഞ് സെബുലൂൻ എന്ന മകൻ, അത് യാക്കോബിൻ്റെ 10ാമത്തെ പുത്രനാണ്. 6 പേര് ലേയ, 6 പേര് ദിൽഹ, 2 പേര് ദിൽഹ, 2 പേര് സിൽപ്പ. അങ്ങനെ മൊത്തം 10ആയി. അത് കഴിഞ്ഞ് ഒരു മകളുണ്ടായിരുന്നു. ഈ 12 മക്കളല്ലാതെ ഒരു മകളും ഉണ്ടായിരുന്നു. അതൊരു നല്ല ഒരു ചോദ്യമാണ്. ആ മകളുടെ പേരാണ് ദീന എന്ന് പറയുന്നത്. ലേയാണ് അമ്മ. ഒരു മകളുണ്ടായി എന്ന് മാത്രമേ വേദപുസ്തകത്തിൽ പറയുന്നുള്ളൂ. അതിനെപ്പറ്റി കൂടുതലൊന്നും പറയുന്നില്ല. പക്ഷേ ദീനായ്ക്ക് പിന്നീട് വരുന്ന അധ്യായങ്ങളിൽ ചില ദുരന്തങ്ങളൊക്കെ സംഭവിക്കും. അത് പിന്നീട് ചർച്ച ചെയ്യാം. അങ്ങനെ ഈ 11 മക്കള് കഴിഞ്ഞപ്പോൾ 2-3 വർഷങ്ങൾ പിന്നീട് കടന്നു പോയിരിക്കണം. ദൂതായിപ്പഴം കഴിച്ചുകൊണ്ടൊന്നും റാഹേലിനൊരു പ്രയോജനവും ഉണ്ടായില്ല. പക്ഷേ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ദൈവം റാഹേലിനെ ഓർത്തു, അവളുടെ അപേക്ഷ കേട്ടു, അവളുടെ ഗർഭത്തെ തുറന്നു. ഈ അധ്യായങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ ഒരു ഇടപെടലാണ്. മനുഷ്യൻ പല പല ദൂതായിപ്പഴവും പിന്നീട് യാക്കോബിൻ്റെ ആടുകളുടെ പരീക്ഷണമൊക്കെ വരുന്നുണ്ട്. ഇവിടെ മനുഷ്യൻ്റെ പല പ്ലാൻസും ഉണ്ട്. എന്നാൽ ശരിക്കും മിറക്കിൾസ് സംഭവിക്കുന്നത്, അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് ദൈവം ആ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുമ്പോഴാണ്. അവളുടെ അപേക്ഷ കേട്ടു. അങ്ങനെ ലോക ചരിത്രത്തെ തന്നെ പിന്നീട് മാറ്റിമറിക്കുന്ന യോസഫ് എന്ന മകനെ ദൈവം റാഹേലിന് നൽകി. യാക്കോബിൻ്റെ 12ാമത്തെ സന്തതിയാണ്. 11ാമത്തെ മകനാണെന്ന് ഓർത്തോണം. 11ാമത്തെ മകൻ, ഒരു മകളുണ്ടായിരുന്നു. അതുകൊണ്ട് ദീന മകളും ഉണ്ടായിരുന്നു. ദൈവം എൻ്റെ നിന്ന നീക്കി, ഇനിയും എനിക്കൊരു മകനെ തരുമെന്ന് പറഞ്ഞുകൊണ്ട് യോസഫ് എന്ന പേര് കൊടുത്തു. യാക്കോബ് ലാബാന്റെ ഭവനത്തിൽ അങ്ങനെ 14 വർഷങ്ങൾ അവനെ സേവിച്ചു. 7 14 ആ ഒരു കോൺട്രാക്റ്റിൽ. യാക്കോബ് 77ാമത്തെ വയസ്സിൽ വന്നതാണ്. ഇപ്പോൾ യാക്കോബിന് 91 വയസ്സായി. യാക്കോബ് പിന്നെ ഒരു 50 വർഷത്തോളം ജീവിക്കുന്നുണ്ട്. 13ാം സന്തതി, അതായത് 12ാം പുത്രനായ ബെന്യാമീൻ ഇനി ഒരു 10-12 വർഷം കഴിഞ്ഞിട്ടേ ഭൂജാതനാവുകയുള്ളൂ. പിന്നീട് അവിടുന്നെല്ലാം കനാൻ ദേശത്തൊക്കെ ചെന്ന് കഴിഞ്ഞിട്ടാണ്. അത് വരും അധ്യായങ്ങളിലാണ് വരുന്നത്. അങ്ങനെ തനിക്ക് സ്വന്തം ദേശത്തേക്ക് മടങ്ങുവാൻ സമയമായി എന്ന് യാക്കോബ് ലാബാനെ അറിയിക്കുന്നു. പ്രതിഫലമായി ഭാര്യമാരെയും മക്കളെയും കൂടാതെ യാക്കോബിൻ്റെ ഈ കഴിഞ്ഞ 14 വർഷത്തിലെ കഠിന അധ്വാനത്താലും യഹോവയുടെ അനുഗ്രഹത്താലും അത്യന്തം വർദ്ധിച്ച ആട്ടിൻകൂട്ടത്തിൽ നിന്ന് ഒരു പങ്കും യാക്കോബ് ചോദിച്ചു. Laban really acknowledged Jacob's hard work and God's blessings he had received through the presence and work of Jacob. യാക്കോബിൻ്റെ കഠിനാധ്വാനത്താൽ ദൈവത്തിൻ്റെ അനുഗ്രഹം ലഭിച്ചതൊക്കെ ലാബാൻ നന്ദിയോടുകൂടിയാണ് ഓർക്കുന്നത്. അവിടെ പറയുന്നുണ്ട്, അതെല്ലാം ഞാൻ സമ്മതിച്ചു, ദയുണ്ടെങ്കിൽ നീ പോകരുത്. കാരണം ഇത്ര മനോഹരമായിട്ട് വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്ന ഒരു മരുമോനുണ്ടല്ലോ, അതുകൊണ്ട് പോകരുതെന്നാണ് ഫാദർ ഇൻ ലോ ആയ ലാബാൻ പറഞ്ഞത്. പക്ഷേ യാക്കോബിന് പോയാൽ മതിയാവും. കാരണം യാക്കോബിന് ദൈവത്തിൻ്റെ വാഗ്ദത്തം നിറവേറ്റാനുണ്ട്. ബഥേൽ അവിടെ കാത്തിരിക്കുന്നു, കനാൻ ദേശം കാത്തിരിക്കുന്നു. അതുകൊണ്ട് തീർച്ചയായും പോയേ ഒക്കത്തുള്ളൂ. എന്നാൽ അവൻ 6 വർഷങ്ങൾ കൂടി ലാബാന്റെ ആടിനെ മേയ്ക്കുന്ന ഒരു പ്ലാൻ അവിടെ വരികയാണ്. അതിനുശേഷം ആട്ടിൻകൂട്ടത്തിൽ നിന്ന് ഒരു അസാധാരണമായ രീതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് യാക്കോബ് നടത്തും. യാക്കോബ് ഈ വർഷങ്ങളായിട്ട് 14 വർഷമായിട്ട് ആടിനെ മേയ്ക്കുന്നതുകൊണ്ട് ആ നാട്ടറിവുകൾ മൊത്തം യാക്കോബിനറിയാം. അതുകൊണ്ട് ഈ ജനിതക കരുത്തുണ്ട്, ജനറ്റിക് സ്ട്രെങ്ത് എന്ന് പറയുന്നുണ്ട്. നല്ല ബ്രീഡെന്നൊക്കെ ഇന്നും മൃഗങ്ങളുടെ ഇടയിലൊക്കെ പറയുന്നതാണ്. അത് ഉള്ളിൽ പലപ്പോഴും മറഞ്ഞിരിക്കുമായിരിക്കും. ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന അപാര ജനിതക കരുത്തും അതിജീവന ശേഷിയുമുള്ള ആടുകളെ സ്വന്തമാക്കുവാനുള്ള യാക്കോബിൻ്റെ ഒരു പദ്ധതി, അത് വരും അധ്യായങ്ങളിൽ, അടുത്ത അധ്യായത്തിൽ പറയുന്നുണ്ട്. അത് ദൈവം തന്നെ പറഞ്ഞു കൊടുത്ത ഒരു പദ്ധതിയായിരുന്നു, ദൈവത്തിൻ്റെ ഒരു അറേഞ്ച്മെൻ്റ് ആയിരുന്നു.
ആ നാട്ടിൽ കോമൺ ആയിട്ടുണ്ടായിരുന്നത് വെളുത്ത നിറമുള്ള ചെമ്മരിയാടുകളുണ്ടായിരുന്നു. ചെമ്മരിയാടുകൾ വെള്ള നിറമായിരുന്നു കോമൺ. അതിൽ നിന്നും അത്യപൂർവമായി കറുത്ത നിറമുള്ള ചെമ്മരിയാട് ജനിക്കും. അതിനെ വേണമെന്ന് പറഞ്ഞു. പിന്നീട് ഈ കോലാടുകളുണ്ട്. കോലാടുകൾ ഏക നിറമേ ഉള്ളൂ, ഒന്നീ കറുപ്പ് അല്ലെങ്കിൽ തവിട്ട് നിറം. ഇത് ലാബാൻ എടുത്തോ. ഈ പുള്ളിയും വരിയും മറുകുമുള്ള ഇങ്ങനെ പൊട്ടും വരയും ഒക്കെ ഉള്ള ചില സ്പെഷ്യൽ കോലാടുകളുണ്ട്, അവയെ ഞാനും എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ കറുത്ത ചെമ്മരിയാടും ഈ കളറും വള്ളിയും പുള്ളിയും എല്ലാം ഉള്ള, പുള്ളിയും വരിയും എല്ലാം ഉള്ള കോലാടുകളും എടുക്കാമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഭവിക്കട്ടെ എന്ന് ലാബാൻ പറഞ്ഞു. എന്നാൽ ലാബാൻ കൂടുതൽ തന്ത്രങ്ങളുടെ ആശാനായിരുന്നെന്ന് നമുക്ക് നേരിട്ട് തന്നെ അറിയാം. അങ്ങനെ യാക്കോബ് സ്വന്തമാക്കാൻ കരുതിയിരുന്ന ആടുകളെ കൂട്ടത്തിൽ നിന്നും മാറ്റി ലാബാൻ സ്വന്തം പുത്രന്മാരുടെ കയ്യിൽ അങ്ങ് ഏൽപ്പിച്ചു. അത് കഴിഞ്ഞ് തനിക്ക് യാക്കോബിനും ഇടയിൽ 3 ദിവസത്തെ വഴിയകലം വെച്ചു. അത് അന്ന് വോക്കബിൾ ഇത് അത്രയും ഒരു ഡിസ്റ്റൻസ് അവരിട്ടു. 14 വർഷക്കാലം അവിടെ കഠിനാധ്വാനം ചെയ്ത യാക്കോബിന് ഈ തരികിട മൊത്തം മനസ്സിലാവും. യാക്കോബ് അത്ര ബുദ്ധിയില്ലാത്ത ആളല്ലല്ലോ. അപ്പോൾ യാക്കോബിന് മനസ്സിലായി നമുക്കിട്ട് ചെറിയൊരു പണി വന്നിട്ടുണ്ട് അമ്മായിയപ്പൻ്റെ കയ്യിൽ നിന്നും. എന്നാൽ ഉർവശി ശാപം ഉപകാരമാകുമെന്ന് പറയുന്ന പോലെ അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ യാക്കോബ് 6 വർഷം അവിടെ നിൽക്കാൻ തീരുമാനിച്ചത്. ഇപ്പോൾ ഉള്ള സ്റ്റോക്കിൽ നിന്നും ഈ ഷീപ്പിൽ നിന്നും ഇനി തനിക്ക് ആവശ്യമുള്ള ഒന്നിനെ ഒരു കൂട്ടത്തെ തിരഞ്ഞെടുക്കാനുള്ള ഒരു തന്ത്രം യാക്കോബ് മെനഞ്ഞു. ജനിതക സാധ്യതകൾ അത് ഈ ഗ്രീഗർ മെൻഡൽ എന്ന് പറയുന്ന ഓസ്ട്രിയൻ മങ്ക് പിന്നീട് 20-ആം നൂറ്റാണ്ടിൽ, അതായത് ഒരു 3500 വർഷങ്ങൾക്ക് ശേഷം ലോകത്തെ ശാസ്ത്രീയപരമായിട്ട് പറയുന്ന ലോസ് ഓഫ് ഇൻഹെറിറ്റൻസ്, ഹെറിഡിറ്റി, ഇതെല്ലാം ഇവിടെ 4 സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് അബ്രഹാമിൻ്റെ കൊച്ചുമകൻ സാറായുടെ തട്ടകത്തിൽ ആടുകളിൽ നടത്തിയ അത്ഭുത പരീക്ഷണങ്ങൾ, നാടകീയ പരിവർത്തനം. എനിക്ക് തോന്നുന്നു ഇതൊക്കെ വായിച്ചിട്ടൊക്കെ ആയിരിക്കും ആധുനിക ശാസ്ത്രത്തിനൊക്കെ ഇങ്ങനെയൊക്കെ പരീക്ഷണങ്ങൾ നടത്തുവാനും ഒക്കെ ഉള്ള ഒരു പ്രചോദനമൊക്കെ വന്നത്. ഗുണമേന്മയുള്ള ആടുകളെ ഇടയന് കണ്ടാൽ അറിയാം. അത് അന്നും അതെ ഇന്നും അതെ. ഈ പശുവുമായിട്ടും ഈ നായ്ക്കളുമായിട്ടും ഒക്കെ ബന്ധപ്പെടുന്നവർക്ക് ആ ബ്രീഡ് അതിനെ കണ്ടാൽ തന്നെ അറിയാം. നമുക്കറിയത്തില്ല, സാധാരണക്കാർക്ക് അറിയത്തില്ല. അങ്ങനെ ചില ഇവരുടെ ബ്രീഡിങ് ടൈമിൽ 3-4 വൃക്ഷം പുന്ന, ബദാം, അരിഞ്ഞിൽ, ഈ വൃക്ഷങ്ങളുടെ കൊമ്പ് ചെത്തി അതിനകത്തുനിന്ന് കറ വരുമ്പം വെള്ളയും കറുപ്പും എല്ലാം വരുന്ന ഇങ്ങനത്തെ കുറേ കമ്പുകൾ ഇവർ വെള്ളം കുടിക്കാൻ വരുന്ന സമയത്ത് ഈ പ്രത്യേക നല്ല ബ്രീഡിനുള്ളതിനെ നിർത്തി അവിടെ ബ്രീഡ് ചെയ്യിപ്പിച്ചു. അതിൽ നിന്നും ഫസ്റ്റ് ജനറേഷൻ ഉണ്ടാകുന്ന കുട്ടികൾ. അപ്പോൾ ഇത് ഈ കാണുന്നത് വെച്ച് പുരാതന നാട്ടറിവാണ്. കാണുന്നത് വെച്ച് കുഞ്ഞുങ്ങളുടെ കളർ വരുമെന്നൊക്കെ ഉള്ളത് ഇപ്പോഴും പലരും വിശ്വസിക്കുന്നുണ്ട്. അത് വേറെ കാര്യം. ഇതൊന്നും ശാസ്ത്രീയ അടിസ്ഥാനമില്ല കേട്ടോ. ഈ മെൻ്റലൊക്കെ വന്നതിനെ ശക്തമായിട്ട് നിരാകരിക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് 2ാം തലമുറയിലെ അത് മെൻ്റൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇൻബ്രീഡിങ് നടത്തുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള അടുത്ത ഓസ്പ്രിങ് വരുന്ന അത് ചെയ്തു. അതൊരു ശാസ്ത്രീയ വശമാണ്. എല്ലാത്തിനും അനുഗ്രഹം നൽകി ദൈവിക കാവൽ, അനുഗ്രഹം, ദൈവിക സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ യാക്കോബിന് ഇഷ്ടപ്പെട്ട കറുത്ത കളറും ഈ സ്പൈക്സും ഇതുമെല്ലാം ഉള്ളതിനെ യാക്കോബ് നല്ല രീതിയിൽ അത് റീപ്രൊഡ്യൂസ് ചെയ്തു. യാക്കോബ് മഹാസമ്പന്നനായി. വളരെയധികം ആടുകൾ, ദാസന്മാർ, ഒട്ടകങ്ങൾ, കഴുതകളെല്ലാം അവന് സ്വന്തം. ചരിത്രത്തിൽ നിർണായക സ്വാധീനം ചെലുത്തുവാൻ തയ്യാറായി നിൽക്കുന്ന ഒരു തിരുക്കുടുംബമായിരുന്നു അവിടെ. 12 മക്കളായി. ഇത് വെളിപ്പാടിൻ്റെ ഭൂമിക വരെ നിറഞ്ഞു നിൽക്കും യാക്കോബിൻ്റെ ഇസ്രായേലിൻ്റെ കുടുംബമായിട്ട്. പ്രിയമുള്ളവരെ, നമുക്ക് ആവേശം നൽകേണ്ടവരാണ്. ഓരോ കുടുംബവും ധ്യാനിക്കേണ്ടത്. ഇതിനകത്തൊക്കെ ഒത്തിരി പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതിനകത്ത് ഒത്തിരി അനീതികൾ നടന്നിട്ടുണ്ടെങ്കിലും 4000 വർഷങ്ങൾക്ക് മുമ്പുണ്ടായ ആ ഒരു കുടുംബത്തിൻ്റെ കണ്ടിന്യൂറ്റി ഇന്നുമുണ്ട്. ഇത് ഗോത്രപിതാക്കന്മാരായി പിന്നീട് മാറി. യഹൂദയാണ് ഏറ്റവും ശക്തമായ ഗോത്രമായി മാറിയത്. രാജാക്കന്മാരാണ് അവിടുന്ന് ഉണ്ടായത്. ദാവീദ് രാജാവ്, ശലോമോൻ രാജാവ്, കാലേബ്, ദാനിയേൽ, പിന്നെ യഹൂദയുടെ സിംഹമായ യേശുക്രിസ്തു. ലേവി ഗോത്രത്തിൽ നിന്നും മോശ ഉണ്ടായി, അഹരോൻ ഉണ്ടായി, മിര്യാം, ശമുവേൽ, യോഹന്നാൻ സ്നാപകൻ. എഫ്രൈമിൽ നിന്നും യോശുവ. എഫ്രൈം ജോസഫിൻ്റെ മകനാണ്. യോശുവ, ദെബോര, യെരോബെയാം ഒന്നാമൻ. ബെന്യാമീൻ ഗോത്രത്തിൽ നിന്നും ശൗൽ രാജാവ്, എസ്തേർ, മൊർദെഖായി, പൗലോസ് ശ്ലീഹ. സോ യഹൂദയിലെ 12 ഗോത്രങ്ങൾ, ഇസ്രായേലിൻ്റെ ഗോത്രങ്ങൾ ഇന്നും റെലവൻസ് ഉണ്ട്. വെളിപ്പാടിൻ്റെ ഭൂമികയിൽ
യേശുക്രിസ്തു ആകുന്ന കുഞ്ഞാടതിൻ വിളക്കാണ്, യഹൂദയുടെ സിംഹമാണ്. ഇത് യാക്കോബിന്റെ സന്തതികളാണ്. ദൂദായി പഴത്തിന്റെ മേൽ ദൈവം അത്ഭുതം പ്രകടിപ്പിച്ച കഥയാണ്. ആടുകളാണ്, യാക്കോബിന്റെ ആടുകളുടെ കഥയാണ്. ഇത് വെളിപ്പാട് വരെ തുടരും. അവിടെ ഈ 12 ഗോപുരങ്ങൾ ഈ ട്രൈബ്സ് ഓഫ് ഇസ്രായേലാണ്. പിന്നീട് യേശുക്രിസ്തുവിന്റെ 12 ശിഷ്യന്മാർ. ഇതിന് ഒത്തിരി സാങ്കത്യമുണ്ട്, അത് നമുക്ക് പിന്നീട് ധ്യാനിക്കാം. മുത്തിനാൽ നിർമ്മിതമായുള്ള 12 ഗോപുരമേ, തവ മഹത്വം കണ്ടിട്ടങ്ങാനന്ദിപ്പാൻ മമ കൺകൾ പാരം കോതിച്ചിടുന്നേ. യാക്കോബിന്റെ സന്തതികൾ, ദുദായിപ്പഴം, ആടുകൾ. ആമേൻ.